ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷിലെ 10ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഇതൊരു കവിതയാണ്. എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത് ടാഗോറാണ്. ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കവിതാ സമാഹാരമാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വെയർ ദ മൈൻഡ് വിത്തൗട്ട് ഫിയർ. രവീന്ദ്രനാഥ ടാഗോർ ഈ കവിതയിൽ സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഈ കവിത എഴുതുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷ് അധിനിവേശം നടക്കുന്ന സമയമാണ്. ബ്രിട്ടീഷുകാർ അധിനിവേശത്തിൽ വീർപ്പുമുട്ടുന്ന തൻ്റെ ജനങ്ങളുടെ മനസ്സുകളിൽ ധൈര്യവും അറിവും പകരുവാനാണ് അദ്ദേഹം ഈ കവിത രചിച്ചത്. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യയിലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചു എന്ന്. അദ്ദേഹം ഈ കവിതയിൽ രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങളുടെ ഐശ്വര്യത്തിനും സമാധാനപരമായ ജീവിത അന്തരീക്ഷത്തിനും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാജ്യം ശത്രുക്കളിൽ നിന്നും പൈശാചിക ശക്തിയുള്ള വിളയാട്ടങ്ങളിൽ നിന്നും മോചിപ്പിക്കണമെന്നും സ്വാതന്ത്ര്യവും സമാധാനപരമായ അന്തരീക്ഷവും നൽകണമെന്നും പ്രാർത്ഥന നടത്തുകയാണ് ടാഗോർ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നമ്മുടെ ജനങ്ങൾ വളരെ കഷ്ടപ്പാടും വേദനയും അനുഭവിച്ചു. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയെല്ലാം അന്നത്തെ ജനങ്ങൾ അനുഭവിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തിനോടും എല്ലാത്തിനോടും പേടിയായിരുന്നുവെന്ന് ടാഗോർ ഈ കവിതയിലൂടെ പറയുന്നു. തൻ്റെ സഹജീവികൾക്ക് ആരെയും ഭയക്കാതെ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്ന് അദ്ദേഹം ഈശ്വരനോട് പ്രാർത്ഥിച്ചതോടൊപ്പം തന്നെ ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസവും ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നുള്ള മോചനവും സമൂഹത്തിലെ വിവേചനങ്ങൾക്ക് അതീതമായ ജീവിതവും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോട് പറയുകയാണ്, സ്വന്തം വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും മറ്റുള്ളവർ തമ്മിലും കൂട്ടായ്മ വേണമെന്ന് അദ്ദേഹം പറയുന്നു. അഗാധമായ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അതിലൂടെയുള്ള തൃപ്തിപ്പെടലിൽ നിന്നും നമ്മുടെ രാജ്യം മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഈശ്വരൻ അതിനെല്ലാം അവസരമുണ്ടാക്കി തരണമെന്നും രാജ്യത്തിന് ഉണർവും ഉന്മേഷവും നൽകണമെന്നും അതിലുപരി സ്വർഗതുല്യമായ സ്വാതന്ത്ര്യവും സമാധാനവും നൽകണമെന്ന് അദ്ദേഹം പ്രാർത്ഥനയിലൂടെ പറയുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സമാധാനവും അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണമെന്നും ഇന്ത്യ നല്ലൊരു രാഷ്ട്രമായി കാണണമെന്നും അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും അതോടൊപ്പം തന്നെ അനാചാരങ്ങൾക്കും എതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം ജീവിച്ച ജീവിത സാഹചര്യങ്ങളും അദ്ദേഹം കണ്ട സ്വപ്നമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഉള്ള ആശയങ്ങളുമാണ് അദ്ദേഹം ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അടിച്ചമർത്തലുമില്ലാതെ പ്രകാശപൂർണതും സ്വർഗതുല്യവുമായ സ്വാതന്ത്ര്യം നേടിക്കിട്ടുവാൻ അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും തൻ്റെ സഹജീവികളെ അതിനായി ഉത്ബോധിപ്പിക്കുകയും ചെയ്യണമെന്ന് ആണ് അദ്ദേഹം ഈ കവിതയിലൂടെ പറയുന്നത്. തൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, തൻ്റെ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ എന്ന മഹാനായ വ്യക്തി എപ്പോഴും ആഗ്രഹിച്ചത് രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ ഐക്യവുമാണ്. അതുതന്നെയാണ് നമുക്ക് ഈ കവിതയിലൂടെ കാണുവാൻ സാധിക്കുന്നത്. തൻ്റെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം സദാകാലം പ്രയത്നിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തൻ്റെ രാജ്യത്തിലെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുവാൻ ദൈവം ഇടയാക്കണമെന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. തൻ്റെ കവിതയിലൂടെ ആ പ്രാർത്ഥന അദ്ദേഹം സമർപ്പിക്കുകയാണ് തൻ്റെ രാജ്യത്തിന് വേണ്ടി. രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ മഹാനായ മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ട്. ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന മഹാരാജ്യമായി മാറുവാൻ അനേകം മഹാത്മാന്മാരുടെ ജീവിതവും അവരുടെ ത്യാഗപൂർണമായ സേവനവും ഉണ്ട്. രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ചവരാണ് ആ ഭൂരിഭാഗം പേരും. അവർ ആഗ്രഹിച്ചത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഉയർച്ചയും ഒത്തൊരുമയും എല്ലാമാണ്. രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ കവിതയിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിൽ ഇന്ത്യ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വീണ്ടെടുത്ത് ഇന്ത്യ എന്ന ഒരു രാജ്യമായി, ഒരു മാതൃകയുള്ള എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു രാജ്യമായി മാറുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു.
രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.